വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ ഡിസ്റ്റൻസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇനി നോക്കാൻ പോകുന്നത് ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ എന്താണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? നമ്മളെ സണ്ണില്ലേ, സൂര്യൻ, അതെവിടെയാണ് ഉദിക്കുക? അല്ലെങ്കിൽ സൺ റൈസസ് ഇൻ ഈസ്റ്റ് എന്ന് നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഭാഗം ഏതാണ്? നമ്മളെ ആക്സിസ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ മുമ്പ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതാണ് ആക്സിസ് എന്ന് പറഞ്ഞാൽ? ഇത് നോർത്താണ്, ഇത് സൗത്താണ്, ഇത് വെസ്റ്റാണ്, ഇത് ഈസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് സണ്ണ് ഉദിക്കുക? ഈസ്റ്റിലാണ്. ഇവിടെയാണ് സണ്ണ് ഉദിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് സണ്ണ് അവിടെയാണ് ഉദിക്കുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഷാഡോ ഏത് ഭാഗത്തേക്കാണ് ഉണ്ടാകുക? ഈ ഭാഗത്തേക്കല്ല ഉണ്ടാകുക. എൻ്റെ ഷാഡോ ഇവിടേക്കായിരിക്കും ഉണ്ടാകുക. ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ എന്താണ് ഷാഡോ വരിക? എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക്. ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ, ഞാൻ എന്നുള്ള പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഷാഡോ എവിടേക്കാണ് ഉണ്ടാകുക? ഇവിടേക്കാണ് ഉണ്ടാകുക. റെഡി? അപ്പോൾ എന്താണ് സണ്ണ് ഇനി ഉദിക്കുന്ന പറഞ്ഞ് ഇനി അസ്തമിക്കുക, അല്ലെങ്കിൽ എന്താണ് സണ്ണ് സെറ്റ്, അതെവിടേക്കായിരിക്കും ഉണ്ടാകുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോർത്ത് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ്, വെസ്റ്റ് ഇവിടെയാണ്, ഈസ്റ്റ് ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സണ്ണ് റൈസസ് ഇന്ന് വെസ്റ്റ്, സണ്ണ് സെറ്റ് ഇന്ന് വെസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഇവിടെ സൂര്യൻ ഉദിക്കും, പിന്നെന്താണ് ഇവിടെ അസ്തമിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മളെവിടേക്കും ഉണ്ടാകുക എപ്പോഴും? നമ്മൾ ഈ നടുക്കായിരിക്കും ഉണ്ടാകുക എപ്പോഴും. നമ്മളെപ്പോഴും നടുക്കായിരിക്കും ഉണ്ടാകുക. ഇനിയിപ്പോൾ ഉച്ച സമയത്താണെങ്കിലോ നമ്മളെ നേരെ തലേൻ്റെ മേലെയാണ് ഉണ്ടാകുക. അത് നമ്മൾക്ക് അധികം ക്വസ്റ്റ്യൻസിൽ വരാറില്ല. അപ്പോൾ എന്താണ് സണ്ണ് സെറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ എന്താണ് ഈവനിങ്ങിലുള്ള കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുക? ഇവിടെയാണ് സണ്ണ് ഉണ്ടാകുക, ഒബ്ജക്റ്റ് ഇവിടെയാണ് ഉണ്ടാകുക. അങ്ങനെ ഷാഡോ എവിടെയാണ് ഉണ്ടാകുക? ഷാഡോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടേക്കായിരിക്കും ഉണ്ടാകുക. എന്താണ് ഷാഡോ എവിടേക്കാണ് ഉണ്ടാകുക? നേരത്തെ എന്താണെന്ന് പറഞ്ഞ്, നേരത്തെ സണ്ണ് ഇവിടെയാണെങ്കിൽ ലെഫ്റ്റിലേക്കായിരിക്കും ഷാഡോ ഉണ്ടാകുക. ലെഫ്റ്റ് അല്ല, ലെഫ്റ്റ് ഭാഗത്തേക്കായിരിക്കും ഉണ്ടാകുക. ഇവിടെ എന്താണ് റൈറ്റ് ഭാഗത്തേക്കായിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി? ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പോൾ നമുക്ക് എന്താണ് അയ്യോ ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് പണിയാണെന്ന് വിചാരിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വൺ മോർണിംഗ് P and Q were talking to each other face to face. If shadow of P was exactly to the right of P, then which direction was Q facing? എടോ ഫേസ് ടു ഫേസ് സംസാരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാനിത് ഒരാൾ എൻ്റെ മുഖം ഇങ്ങോട്ടേക്കാണുള്ളത്. അപ്പോൾ അടുത്ത ആൾ എന്തായിരിക്കും? ഫേസ് ടു ഫേസ് സംസാരിക്കുകയാണെങ്കിൽ അടുത്ത ആൾ ഇത് ഇങ്ങോട്ടേക്കല്ലേ നോക്കിയിട്ടുണ്ടാകുക. ഇനിയിപ്പോൾ ഓപ്പോസിറ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ നോക്കിയിട്ടുണ്ടാകുക, അവനത് അങ്ങോട്ടേക്കൊക്കെ നോക്കിയിട്ടുണ്ടാകുക. ഇത്രയേ ഉള്ളൂ ഫേസ് ടു ഫേസ് എന്നുള്ള കൺസെപ്റ്റ്. ഇനിയിപ്പോൾ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് മോർണിംഗ് എന്നാണ് പറയുന്നത്. വൺ മോർണിംഗിലാണ് പറയുന്നത്. എന്താണ് രണ്ടാൾക്കാർ സംസാരിക്കുന്നത് ഫേസ് ടു ഫേസ് ആണ്, മോർണിംഗിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും മോർണിംഗിൽ എവിടെയാണ് സണ്ണ് ഉദിക്കുക? നമ്മൾ എന്താണ് ആക്സിസ് വരച്ച് വെക്കുക. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. മോർണിംഗിൽ എവിടെയാണ് ഉണ്ടാകുക സണ്ണ്? ഈസ്റ്റിലല്ലേ ഉണ്ടാകുക. അപ്പോൾ സണ്ണ് എവിടെയാണുള്ളത്? പിന്നെ പറയുന്നത് എന്താ? ഷാഡോ ഓഫ് P വാസ് എക്സാക്ട്ലി ടു ദ റൈറ്റ് ഓഫ് P. ഇവിടെ ഇവനെ P ആയിട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ Q ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് Pൻ്റെ ഷാഡോ എന്താണ്? ഇവൻ്റെ റൈറ്റിലേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നെങ്കിൽ എൻ്റെ റൈറ്റ് ഭാഗം ഏതാ? ഇങ്ങോട്ടേക്കല്ലേ. അപ്പോൾ ഇവിടെ Pൻ്റെ റൈറ്റ് ഭാഗം എവിടെയാണ്? ഇവിടേക്കാണ്. അപ്പോൾ എന്താണ് ഷാഡോ ഇവിടേക്കാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡയറക്ഷൻ വാസ് Q ഫേസിങ്? P എന്നുള്ള ഒരാൾ ഇങ്ങോട്ടേക്കാണ് നോക്കി നിൽക്കുന്നത്, ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷാഡോ ഇങ്ങോട്ടേക്കാണുള്ളത്. ഈ ഷാഡോ ഇങ്ങോട്ട് വരണമെങ്കിൽ അവൻ എങ്ങോട്ടേക്കും? ഈ സണ്ണിൻ്റെ ഡയറക്ഷനിൽ എവിടേക്ക് നിൽക്കണ്ടേ? ഇവിടെയല്ലേ നിൽക്കണ്ടേ? ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഷാഡോ ഇങ്ങോട്ടേക്കാണെന്നാണ് പറയുന്നത്. റെഡി? ഇതല്ലേ ചെയ്തത്? ഇങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തത് എൻ്റെ റൈറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ഇതാണ് ഇവിടെ P ആണ്. അങ്ങനെ ഒന്ന് Q എവിടെ വരിക? ഇവിടെയല്ലേ Q വരിക. നമ്മൾ വേറെ ഒരു കളറിൽ ഇതാണ്. ഇവിടെ P ഉണ്ട്, അതിൻ്റെ ഷാഡോ ഇങ്ങോട്ടുണ്ട്, ഇവിടെ Q ഉണ്ട്. എന്നാൽ നോക്ക്, Pൻ്റെ റൈറ്റിലേക്കാണ് എന്താണ് ഷാഡോ ഉള്ളതെന്ന് പറഞ്ഞത്. ഷാഡോ ഓഫ് P വാസ് എക്സാക്ട്ലി ടു ദ റൈറ്റ് ഓഫ് P. Pൻ്റെ റൈറ്റിലേക്കാണ് ഷാഡോ ഉള്ളത്. സണ്ണ് വരികയാണെങ്കിൽ അതിൻ്റെ ഷാഡോ, അതിൻ്റെ എന്താണ് ലൈറ്റ് നമ്മളിലേക്ക് അടിച്ച് അതിൻ്റെ ലൈറ്റ് ഇല്ലാത്ത ഭാഗത്തേക്ക് ഷാഡോ വരിക എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഷാഡോ വരിക ഇങ്ങോട്ടേക്കാണ് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ ആണെങ്കിൽ Q എവിടേക്കും ഉണ്ടാകുക? ഇവിടെ മേലെ P ആണെങ്കിൽ ഇവിടെ Q ആണ്. എങ്ങനെയാണെന്ന് ചോദ്യം എന്താ? ദെൻ വിച്ച് ഡയറക്ഷൻ വാസ് Q ഫേസിങ്? എന്താണ് Qൻ്റെ ഡയറക്ഷൻ ഏതാ? ഇവിടുന്ന് മേലോട്ടേക്കല്ലേ. മേലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഡയറക്ഷൻ വരിക? നോർത്ത് എന്നല്ലേ വരിക. റെഡി? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വരച്ച് വെക്കുക. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് വരയ്ക്കുക. എന്നിട്ട് എവിടെയാണ്? ഇപ്പോൾ മോർണിംഗ് ആണെങ്കിൽ സണ്ണിനെ ഈസ്റ്റിലും വെക്കുക. ഇനിയിപ്പോൾ ഈവനിങ് ആണെങ്കിൽ എന്താണ് സണ്ണിനെ വെസ്റ്റിലും വെക്കുക. അതനുസരിച്ച് ഷാഡോയിൽ വെച്ച് മാർക്ക് ചെയ്യുക. ആൻസർ പെട്ടെന്ന് കിട്ടും. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം.
ഇതാ നേരത്തെ 1 മോർണിംഗ് എന്നാണ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ 1 ഈവനിങ് എന്നാണ് പറയുന്നത്. ഇതും എന്താണ് ടോക്കിംഗ് ടു ഈച്ച് അതർ ഫേസ് ടു ഫേസ് എന്നാണ് ഉള്ളത്. നേരത്തെ പോലെ ഫേസ് ടു ഫേസ്. അപ്പോൾ ആദ്യം എന്താണ് ആദ്യം ആക്സിസ് വരച്ച് വെക്കുക. നോർത്ത് ഇതവിട, സൗത്ത് ഇവിടെ ഇതാ, പിന്നെ ഈസ്റ്റ് ഇവിടെ ആൻഡ് വെസ്റ്റ് ഇവിടെ. അപ്പോൾ എന്താണ് ഈവനിങ് എന്നാണ് പറഞ്ഞത്. സൺ എവിടെ ഉണ്ടാകുക? ഈവനിങ് ആണ് ഇത് എവിടെ ഉണ്ടാകുക? ഈവനിങ്. പിന്നെ എന്താണ് ഷേഡോ ഓഫ് ബി വാസ് എക്സാക്ട്ലി ടു ദ റൈറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഫേസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ഉണ്ട് ബിയും ഉണ്ട്. ബീൻ്റെ റൈറ്റിലേക്ക് എന്നാണ് പറഞ്ഞത്. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുക? ഇപ്പോൾ ഞാനിത് ബീനത് എവിടെ വെച്ച്, ബീനത് ഇവിടെ വെച്ച്, അങ്ങനെയാണെങ്കിൽ ബീൻ അല്ല, ഞാൻ അതിന് മുന്നേ ബീനത് ഞാൻ ഇവിടെ വെച്ച്, അങ്ങനെയാണെങ്കിൽ എവിടേക്കായിരിക്കും ഷാഡോ വരിക? ഇങ്ങോട്ടേക്കല്ലേ ഷാഡോ വരിക. പക്ഷേ ഇതെന്താണ് ബീൻ്റെ ലെഫ്റ്റ് അല്ലേ, നമുക്ക് ബീൻ്റെ റൈറ്റ് അല്ലേ വേണ്ടേ. അപ്പോൾ ബീനെ ഞാനിത് ഇവിടെ വെച്ച്, ബീനെ എവിടെ വെച്ച്, അങ്ങനെയാണെങ്കിൽ ഷാഡോ അങ്ങോട്ട് വരിക, ഇത് ഇങ്ങോട്ടേക്കല്ലേ വരിക. ഇതെന്താണ് ബീൻ്റെ, ഇവിടെ ബി ആണെങ്കിൽ ഇതിൻ്റെ ബീൻ്റെ റൈറ്റിലേക്ക്. എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് എക്സാക്ട്ലി ടു ദ റൈറ്റ് ഓഫ് ബി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ബീൻ്റെ റൈറ്റിലേക്കായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് വരിക? എ ആണ്. അപ്പോൾ ബീൻ്റെ റൈറ്റിലേക്കാണെങ്കിൽ എയിൻ്റെ എവിടേക്ക് ഉണ്ടാകുക? എയിൻ്റെ ലെഫ്റ്റിലേക്കല്ലേ. ഇതാ ഏത് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ലെഫ്റ്റിലേക്ക്. എൻ്റെ ലെഫ്റ്റിലേക്കും ബീൻ്റെ റൈറ്റിലേക്കുമാണെന്ന് പറഞ്ഞത്. എൻ്റെ ലെഫ്റ്റിലേക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാനൊന്നുമില്ല, ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്, ദെൻ വിച്ച് ഡയറക്ഷൻ വാസ് എ ഫേസിങ് എന്നാണ് പറയുന്നത്. ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്തിട്ടുള്ളത്? താഴോട്ടേക്കല്ലേ. താഴോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഡയറക്ഷൻ. ആൻസർ എന്താ വരിക? സൗത്ത് എന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പിന്നെ എന്താണ് 1 മോർണിംഗ് എ ആൻഡ് ബി വേർ സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് എന്ന്. എന്താണ് ഇതിലെന്താ മാറ്റമുള്ളത്? ഇതുവരെ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്താണ് ഓപ്പോസിറ്റാണ്. ഇതാ എ ഇങ്ങോട്ടേക്കാണെങ്കിൽ ബി ഇത് ഇങ്ങോട്ടേക്ക്. ഞാനിത് ഇങ്ങോട്ട് നോക്കിക്കുകയാണെങ്കിൽ അടുത്ത എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവൻ എന്താണ് അങ്ങോട്ടേക്ക് നോക്കിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് ഈച്ച് അതർ. ദെൻ ഷാഡോ ഓഫ് എ ഫെൽ എക്സാക്ട്ലി ടു ഹിസ് ലെഫ്റ്റ് എന്ന്. അപ്പോൾ എന്താണ് എൻ്റെ ലെഫ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞത്. ഇതിൽ എൻ്റെ ലെഫ്റ്റ് എവിടെയാണ്? ഇങ്ങോട്ടേക്കല്ലേ ലെഫ്റ്റ്. എൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ട്, ബീൻ്റെ ലെഫ്റ്റ് എങ്ങോട്ടാ? മേലോട്ടേക്ക്. ബീൻ്റെ റൈറ്റ് എങ്ങോട്ടാ? താഴോട്ട്. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താണ് ആദ്യം തന്നെ ആക്സിസ് വരയ്ക്കുക. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. പിന്നെ എന്താ പറഞ്ഞത്? മോർണിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൺ ഇത് എവിടെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ആദ്യം ഒന്ന് ഇവിടെ വരച്ച് നോക്കുക. എനെ എവിടെ ആയിട്ട് വരച്ച് നോക്കുക. എനെ എവിടെ വരച്ച്, അപ്പോൾ എവിടേക്കായിരിക്കും ഷാഡോ വരിക? ഇവിടേക്കായിരിക്കും ഷാഡോ വരിക. അപ്പോൾ ബി എവിടെയാണ് വരയ്ക്കുക? ബീനെ എവിടെ വരച്ച്, അപ്പോൾ ഷാഡോ വരിക ഇവിടേക്കായിരിക്കും വരിക. അപ്പോൾ ഇതിവിടെ എ ആണെങ്കിൽ ഇതിൻ്റെ എങ്ങോട്ടേക്കാണ്? ലെഫ്റ്റിലേക്കല്ലേ. നമുക്ക് എന്താ പറഞ്ഞത്? ഷാഡോ ഓഫ് എ ഫെൽ എക്സാക്ട്ലി ടു ഹിസ് ലെഫ്റ്റ്. അപ്പോൾ എന്തായി? ഇത് എ ആയി. ഞാനിപ്പോൾ തൽക്കാലം എ എന്നൊന്നും വിചാരിച്ചില്ല. എനെ ഇതാണെന്ന് വിചാരിച്ചെങ്കിലോ ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റിലേക്കാണ്. അപ്പോൾ അത് എ അല്ല, അത് ബി ആയിരിക്കും. അപ്പോൾ എന്താണ് ലെഫ്റ്റിലേക്ക് കറക്റ്റ് വരുന്നതിന് എ ആയിട്ടും റൈറ്റിലേക്ക് വരുന്ന ബി ആയിട്ട് മാർക്ക് ചെയ്യുക. എന്തായി? അപ്പോൾ എന്തായി? ഇനി ആൻസർ എങ്ങനെയാണ് കാണുക? ടുവാർഡ്സ് വിച്ച് ഡയറക്ഷൻ ഡസ് ബി ഫേസിങ് എന്നാ. ബി ഏതാ ഡയറക്ഷനിൽ ഫേസ് ചെയ്തേ? സൗത്ത് ഡയറക്ഷൻ അല്ലേ. ആൻസർ സൗത്ത്. കണ്ടില്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യനാണ് വരിക. പക്ഷേ എന്താണ് എക്സാമിൽ കാണുമ്പോൾ എന്താണ് ചില ആൾക്ക് കൺഫ്യൂഷൻ ആവും. അയ്യോ സൗത്ത് നോർത്ത് ഇതിൽ ഓപ്പോസിറ്റ് ഉണ്ട്, ഫേസ് ടു ഫേസ് ഉണ്ട്, ഇതെങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് എന്താണ് സ്കിപ്പ് ചെയ്യും. അതിലൊന്നും ആവശ്യമില്ല. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആകെ ഈ ടൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ടൈപ്പ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവാറില്ല. അത് എക്സാമിന് റെയർ ആയിട്ട് മാത്രമേ കാണാറുള്ളൂ. ഇനിയിപ്പം 1 മോർണിംഗ് റീത സ്റ്റാർട്ടഡ് ടു വാക്ക് ടുവാർഡ്സ് ദ സണ്ണ്. അപ്പോൾ സണ്ണിൻ്റെ ഭാഗത്തേക്ക് റീത നടത്തുന്നതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഈസ്റ്റ്. മോർണിംഗിൽ എവിടെയാണെന്ന് പറഞ്ഞത്? ഇത് മോർണിംഗ് എന്നല്ല പറഞ്ഞത്. മോർണിംഗിൽ എവിടെയാണ് സൺ ഉണ്ടാകുക? ഈസ്റ്റ് ഭാഗത്തല്ലേ ഉണ്ടാകുക, ഈസ്റ്റ് ഭാഗത്ത്. അപ്പോൾ എന്താണ് ഒരു ദിവസം രാവിലെ എന്താണ് റീത എന്ന് പറയുന്നത് സണ്ണിൻ്റെ ഭാഗത്തേക്ക് നടന്നു എന്ന് വെച്ചാൽ ഈസ്റ്റിലേക്ക് നടന്നുണ്ട്. പിന്നെന്താണ് പറഞ്ഞത്? ആഫ്റ്റർ വാക്കിംഗ് എ വൈൽ ഷീ ടേൺഡ് ഹെർ ലെഫ്റ്റ്. കുറച്ച് താഴോട്ട് വരയ്ക്കാം. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലെഫ്റ്റിലേക്ക് ആദ്യം തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ആഫ്റ്റർ സം ടൈം ഷീ അഗെയിൻ ടേൺഡ് ഹെർ ലെഫ്റ്റ്. പിന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് ഏതാ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇങ്ങോട്ടേക്കാണ് തിരിഞ്ഞിട്ടുള്ളത്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ വാക്കിംഗ് എ വൈൽ ഷീ അഗെയിൻ ടേൺഡ് റൈറ്റ്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ഇവിടുന്ന് റൈറ്റ് ഏതാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് എങ്ങനെയാണെങ്കിൽ 9 നിൽക്കുന്നെങ്കിൽ അതിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് 12 ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ മേലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ്
റൈറ്റിലേക്ക് തന്നെ. ഇൻ വിച്ച് ഡയറക്ഷൻ ഷീ ഈസ് ഫേസിങ് നൗ? ഇപ്പോൾ ഏതാ ഡയറക്ഷൻ? നമ്മൾ ഈസ്റ്റിലേക്കാണ് ആദ്യം പോയത്, പിന്നെ എവിടെയാണ് നോർത്തിലേക്കാണ് പോയത്, പിന്നെ വെസ്റ്റിലേക്ക് പോയി, പിന്നെ നോർത്തിലേക്ക്. ഇതേതാണ് ഫേസിങ് ഡയറക്ഷൻ. ഈ ഫേസിങ് ഡയറക്ഷൻ കാണാൻ എന്താണ് ലാസ്റ്റിലുള്ള ലൈനില്ലേ, ലാസ്റ്റിലുള്ള ലൈന് അതൊന്ന് ആക്സിസിലൊന്ന് പ്ലേസ് ചെയ്യുക. ഏറ്റവും മിഡിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് ആക്സിസ് എന്താ ഇങ്ങോട്ടേക്കാണ് ഉണ്ടാകുക. അപ്പോൾ എന്തായി നോർത്തായി. എന്താണ് ആൻസർ വരിക? നോർത്ത് എന്നാണ് വരിക. ഇതിൽ ഷാഡോ ഇല്ല, പക്ഷേ എന്താണ് ഈ സണ്ണ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇതിൽ ഇട്ടത്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് എ ബോയ് സ്റ്റാർട്ട് ഫ്രം ഹോം ഇൻ ദ ഏർലി മോർണിംഗ് ആൻഡ് ഹി വാക്സ് സ്ട്രെയിറ്റ് ഫോർ 8 കിലോമീറ്റർ ഫേസിങ് സൺ എന്ന്. സണ്ണിൻ്റെ ഭാഗത്തേക്ക് നടന്ന് 8 കിലോമീറ്റർ നടന്നത് പറഞ്ഞത്. സണ്ണിൻ്റെ ഭാഗം ഏതാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ ആണെങ്കിൽ എവിടെ ഉണ്ടാകുക? ഈസ്റ്റ് ഭാഗത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ്. അപ്പോൾ എവിടേക്കാണ് നടന്നതാ? ഈസ്റ്റിലേക്ക് നടന്നിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്? അതെത്രയാണെന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് സൺ. ദെൻ ഹീ ടേക്സ് റൈറ്റ് ടേൺ ആൻഡ് വാക്സ് ഫോർ 3 കിലോമീറ്റർ. റൈറ്റ് ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് ഏതാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. ഇവിടുന്ന് നമ്മളെ ക്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 3 എന്ന് പറഞ്ഞ ടൈമിൻ്റെ അടുത്താണ് ഉള്ളതെന്ന് വിചാരിക്കുക. അതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഏതാണ്? താഴോട്ടേക്ക്. അപ്പോൾ എന്താണ് 3 കിലോമീറ്റർ എവിടേക്ക് പോയി. പിന്നെന്താണ് പറയുന്നത്? ഹി ടേൺസ് റൈറ്റ് അഗൈൻ ആൻഡ് വാക്സ് 2 കിലോമീറ്റർ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ്? ഇങ്ങോട്ടേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. പിന്നെ ഒരു 2 കിലോമീറ്റർ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ദെൻ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 1 കിലോമീറ്റർ. ലെഫ്റ്റിലേക്ക് പോയിട്ട് 1 കിലോമീറ്റർ പിന്നെയും പോയി എന്ന് പറഞ്ഞത്. 1 കിലോമീറ്റർ പോയി. പിന്നെ ഹി അഗൈൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 1 കിലോമീറ്റർ. ഇവിടെയാണുള്ളത്. ഇതിൻ്റെ റൈറ്റ് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്. 1 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി. പിന്നെന്താണ് പറയുന്നത്? ഹി ടേൺസ് റൈറ്റ് ആൻഡ് ട്രാവൽസ് ഫോർ 4. പിന്നെ എന്താണ് അവൻ ഈ 1 കിലോമീറ്റർ പോയടുത്ത് നിന്ന് നമ്മൾ പിന്നെ റൈറ്റിലേക്ക് പോയി 4 കിലോമീറ്റർ പോയി എന്ന്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എവിടെയാണ്? പിന്നെ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിണ്ടാവും. 4 കിലോമീറ്റർ പോയി. ദെൻ ഹി ടേൺസ് റൈറ്റ് ആൻഡ് ട്രാവൽസ് 4 കിലോമീറ്റർ സ്ട്രെയിറ്റ്. ഹൗ ഈസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കാണുക? ആദ്യം എന്തൊക്കെ ചെയ്ത്? ആദ്യം എന്താണ് ഈ സണ്ണിൻ്റെ ഡയറക്ഷനിലേക്ക് 8 കിലോമീറ്റർ പോയി എന്ന് പറഞ്ഞത്. 8 കിലോമീറ്റർ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 8 കിലോമീറ്റർ പോയിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഹി ടേക്സ് റൈറ്റ് ടേൺ ആൻഡ് വാക്സ് 3 കിലോമീറ്റർ. ഇവിടുന്ന് റൈറ്റ് ടേൺ എടുത്ത് 3 കിലോമീറ്റർ പോയിട്ടുണ്ട്. പിന്നെ ഈ ടേൺസ് റൈറ്റ് ടേൺ, ഇവിടുന്ന് റൈറ്റ് ടേൺ എടുത്തിട്ട് പിന്നെ 2 കിലോമീറ്റർ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയിട്ടുണ്ട്. പിന്നെ ഹി ടേൺസ് ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്സ്, ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് 1 കിലോമീറ്റർ പോയിട്ടുണ്ട്. പിന്നെന്തായി? ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 1 കിലോമീറ്റർ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി പിന്നെ 1 കിലോമീറ്റർ പോയിട്ടുണ്ട്. പിന്നെ എന്താണ്? ഹി ടേൺസ് റൈറ്റ് ആൻഡ് ട്രാവൽസ് 4 കിലോമീറ്റർ. ഇവിടുന്ന് പിന്നെ റൈറ്റ് ടേൺ എടുത്ത് 4 കിലോമീറ്റർ പോയിട്ടുണ്ട്. പിന്നെ എന്താണ്? 4 കിലോമീറ്റർ. എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫൈനൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുന്നത്. എന്നിങ്ങനെ ഡിസ്റ്റൻസ് കാണുക. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ മേലെ 8 ആണല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് ഡിസ്റ്റൻസ് വരിക? ഇവിടെ 3 വരിക. ഇവിടെ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 8 - 3. ആൻസർ എന്തായിരിക്കും? 5 വരും. അപ്പോൾ ആൻസർ എന്താ വരിക? 5 എന്നായിരിക്കും വരിക. ആൻസർ 5 എന്നായിരിക്കും വരിക. ഇനിയിപ്പോൾ ഏതാ ഡയറക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, സ്റ്റാർട്ടിംഗ് പോയിന്റിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ ഫൈനൽ പോയിന്റ് ഏത് ഡയറക്ഷനിലാണ്? ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റെങ്കിൽ ഫൈനൽ ഡയറക്ഷൻ എവിടേക്കാണ്? ഈസ്റ്റിലേക്കാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുമ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഉണ്ടാകുക. അപ്പോൾ 5 കിലോമീറ്റർ ഈസ്റ്റ് എന്നായിരിക്കും ആൻസർ വരിക. റെഡി? ഇത്രയേ ഉള്ളൂ. ആൻസർ എന്താ വരിക? 5 കിലോമീറ്റർ ഈസ്റ്റ് എന്നുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ള ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആരും എന്താണ് ഹാർഡാണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ എന്താണ് ഫേസ് ടു ഫേസ് ഉണ്ടാവും, ഓപ്പോസിറ്റ് ഉണ്ടാവും, പിന്നെ മോർണിംഗ് ഉണ്ടാവും, ഈവനിങ് ഉണ്ടാവും. അങ്ങനത്തെ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം എന്താണ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഏത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും ഷാഡോ ബേസ്ഡ് ഏത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക.